അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിശുദ്ധമായിട്ടുള്ള ദുൽഖഅദ് 26ാമത്തെ ദിവസമാണെന്ന്. ഈ ഒരു ദിവസത്തിൽ ഈ ഒരു അമലിനെ ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പല ഉദ്ദേശങ്ങളും മനസ്സിലുള്ള ആളുകളായിരിക്കും ഈ ഒരു അമലിനെ കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു അമലിൻ്റെ പ്രത്യേകത മനസ്സിൽ അത്രയും ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നേടിക്കിട്ടണം എന്ന അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നീയത്ത് വെച്ചോളിയും. ഈ ദുൽഹിജ്ജ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ്, ഈ ദുൽഖഅദ് അവസാനിക്കുന്നതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അമലിന് നീയത്ത് വെക്കാൻ പറ്റുമോ? മനസ്സറിഞ്ഞുകൊണ്ട് ഞാനിത് എണ്ണം തെറ്റാതെ നല്ല വൃത്തിയോടുകൂടെ ഭയഭക്തിയോടുകൂടെ ചൊല്ലി തീർക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നീയത്ത് വെക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളിയും, ഫലമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അമലിനെ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കാരണം ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആളുകളാണല്ലേ നമ്മൾ. ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന് ചൊല്ലി തീർക്കും, ചിലത് നമ്മൾ സമയമെടുക്കും, ചിലതിൽ നമുക്ക് മടി വരും. അപ്പോൾ അതൊക്കെ പിന്നാക്കം നിൽക്കും. അപ്പോൾ ഏതൊരു അമൽ ചെയ്യുകയാണെങ്കിലും ഞാൻ ഈ ഒരു അമൽ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ നമ്മൾ ഓരോ അമലുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായിട്ടുള്ള നിഅമത്തുകൾ നമ്മളിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. റബ്ബിൻ്റെ മഹത്തായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകൂലേ? എത്രയോ ചെറുപ്പക്കാരാണ് വിവാഹം റെഡിയാകാതെ, എത്രയോ ചെറുപ്പക്കാരികളാണ് വിവാഹം റെഡിയാകാതെ, അതായത് കല്യാണപ്രായം എത്തിയിട്ടും കല്യാണം ഒന്നും നടക്കാതെ വിഷമിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പ്രായം കൂടുകയാണല്ലോ ഓരോ ദിവസവും. ഒരുപാട് ഉമ്മമാർ കമൻറ്റ് ചെയ്യൂ കേട്ടോ, എൻ്റെ മകൻക്ക് വിവാഹം റെഡിയായിട്ടില്ല, 3-4 വർഷമായിട്ട് തിരയുകയാണ്, കുട്ടികളെ കിട്ടാനില്ല, അതുപോലെ തന്നെ വിവാഹം റെഡിയാകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു അമലാണ്. ഇനി ആ ഒരു ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ഉമ്മമാർ, അതുപോലെ തന്നെ അവരുടെ സഹോദരിമാർ, അവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അമലാണിത്. അതുപോലെ തന്നെ ആ വ്യക്തികൾക്കും ചെയ്യാമല്ലേ. അപ്പോൾ നമ്മുടെ മക്കളുടെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരികയാണല്ലേ, SSLCയുടെയും +2ൻ്റെയൊക്കെ. നമുക്കറിയാലോ CBSE എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു SLCയുടെ. അപ്പോൾ അതിൽ 87% ഉള്ളൂ ഇപ്രാവശ്യം വിജയം എന്ന് പറയുകയും ഫുൾ A+ വിചാരിച്ചിരുന്ന കുട്ടികൾക്കടക്കം അതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല, വളരെ കുറഞ്ഞ മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, കുട്ടികളാകെ മാനസിക പിരിമുറുക്കത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇന്നലെയും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നമ്മളുടെ മക്കളുടെയും എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരാൻ പോവുകയാണ്. ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ SSLC എഴുതിയിരിക്കുന്ന ടൈമാണ്, മെയ് 15-നാണ് റിസൾട്ട്, ദുആ ചെയ്യുന്നുണ്ടോ, ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്കൊന്ന് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഒരു A+ കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് ആരും അവരെ ശകാരിക്കാനോ അല്ലെങ്കിൽ അവരോട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ ചെയ്യാനോ നിൽക്കാതിരിക്കുക. കാരണം കുട്ടികൾക്ക് പുതിയ സിലബസാണ്, ഭയങ്കര ടഫ് സിലബസാണ്. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഫസ്റ്റ് എക്സാം ഈ കുട്ടികളാണ് എഴുതുന്നത്. 2025-26 ബാച്ചാണ് ഫസ്റ്റ് ഈ ഒരു സിലബസിൻ്റെ എക്സാം എഴുതുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾക്കുണ്ട്. എത്രയോ നന്നായി പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ടഫാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു വിഷയങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ മക്കളുടെ റിസൾട്ട് വരുന്ന ടൈമിൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തുക, ഒറ്റപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരു ഉന്നത വിജയം നൽകട്ടെ. ഒരുപാട് കുട്ടികളെ ദിക്റുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മിനെ പറഞ്ഞു കൊടുക്കുകയും അതിന് 1,00,000 തവണ ചൊല്ലി വരികയും ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലേ. എന്താണെങ്കിലും എല്ലാ കുട്ടികൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തക്കമായിട്ടുള്ള വിജയം കൊടുക്കട്ടെ.
ഉന്നത വിജയം തന്നെ റബ്ബ് സുബ്ഹാനഹു തആല നൽകട്ടെ. നിരാശരാക്കുന്ന രീതിയിലുള്ളൊരു വിജയം റബ്ബ് കൊടുക്കാതിരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആ ഒരു അമലിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അമലിനെ പരിപൂർണമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്കത് ചെയ്ത് തീർക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷയ്ക്ക് റബ്ബൊരു വിജയം നൽകുക തന്നെ ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്കറിയോ, ഇന്ന് പരിശുദ്ധമായിട്ടുള്ള ദുൽഖഅദ 26-ാമത്തെ ദിവസമാണ്. നമ്മുടെ ദുൽഹിജ്ജ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, ദുൽഹിജ്ജ 1 തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ വേഗം തന്നെ ഒന്ന് നിയ്യത്ത് വെക്കാറില്ല ഈ ഒരു അമലിനെ. എന്നിട്ട് വേഗത്തിൽ തന്നെ ഈ ഒരു അമലിനെ ചൊല്ലി തീർക്കാനും ശ്രമിക്കുക. അതാണ് ഈ ഒരു അമലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു അമലിനെ നമുക്ക് ചൊല്ലി തുടങ്ങാൻ പറ്റുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ളൊരു സമയമല്ല അല്ലേ. ഇപ്പോൾ സുബഹിയുടെ ശേഷം, ളുഹറിന് ശേഷം അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഒരു സമയമല്ല. ഏതൊരു സമയത്തും നമുക്കിതിനെ ചൊല്ലി തുടങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ ശുദ്ധിയുള്ളവർക്കും ശുദ്ധി ഇല്ലാത്തവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമല് തന്നെയാണിത്. ചില അമലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ പീരിയഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉമ്മമാർക്കൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇതങ്ങനെയല്ല, ഇതെല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമലാണ്. ചെയ്യുന്ന കാര്യം അത്രയും ആത്മാർത്ഥമായിട്ട് ഭയഭക്തിയോടുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ചില അമലുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു തൃപ്തി തോന്നൂല അല്ലേ, അങ്ങനെയല്ല. നല്ല തൃപ്തിയോടുകൂടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം മുതൽക്ക് ചെയ്യേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ ഭയഭക്തിയിൽ നമ്മളുടെ ഓരോ അക്കങ്ങളും അക്ഷരങ്ങളും വ്യക്തമാകുന്ന രീതിയിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ അതേതാണെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതേ ലോകത്തിലെ ഏറ്റവും മനോഹരമാകുന്ന, ആത്മാവിനെ സമാധാനത്തിലാക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങൾ. ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ടല്ലേ. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാമമാണ് ഇന്ന് നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യാൻ പോകുന്നത്. ഖുറാനിൽ അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും മനോഹരമായിട്ടുള്ള നാമങ്ങളുണ്ട്, അതുകൊണ്ട് അവനെ ആ നാമങ്ങളാൽ വിളിക്കുവിൻ എന്നുള്ളത്. അസ്മാഉൽ ഹുസ്ന എന്നത് വെറും പേരുകൾ മാത്രമല്ല, ഓരോ നാമത്തിനും പിന്നിൽ ഓരോ മഹത്തായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഓരോ നാമവും നമ്മളെ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ 99 നാമങ്ങളുണ്ടല്ലേ. നമ്മൾ വിവിധമാക്കപ്പെടുന്ന ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ പ്രതിസന്ധികൾ മാറാനും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ ഇസ്മുകളെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഒരു മുസ്ലിമിൻ്റെ ആത്മീയ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഈ നാമങ്ങൾ നമ്മളെ പ്രതിസന്ധികളിൽ ക്ഷമയോടെയും വിശ്വാസത്തോടുകൂടെയും നിലകൊള്ളാൻ സഹായിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അവ പഠിക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യാ സലാമു യാ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മാണ്. യാ സലാമു യാ അള്ളാ, സമാധാനത്തിൻ്റെ ഉറവിടം എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. യാ സലാമു യാ അള്ളാ. യാ സലാമു യാ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മിനെ 11,111 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. 11,111 തവണ. അപ്പോൾ ഈ ഒരു അക്കത്തിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചൊല്ലി തീർക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു സമാധാനം നമ്മളുടെ ജീവിതത്തിൽ ഇട്ടുതരിക തന്നെ ചെയ്യും. എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യുന്നത്, ഈ ഒരു ഇസ്മിനെ വിളിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മിൻ്റെ ഫലം നമുക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഇസ്മിനെ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അസ്മാഉൽ ഹുസ്ന നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം തന്നെയാണ്. ഓരോ ദിവസവും ഒരു നാമമെങ്കിലും പഠിക്കുക, അതിനെ അർത്ഥം മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ ഇസ്ലാമിക വീഡിയോസ്, ഇത്തരം അമലുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അത് വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം.
ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ടുള്ള അമലുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.